വൈദ്യുതി വിതരണം ചെയ്യുന്ന സംസ്ഥാനത്തെ ഏക തദ്ദേശ സ്ഥാപനം എന്ന പേര് തൃശൂർ കോർപ്പറേഷന് നഷ്ടമാകുമെന്ന ആശങ്ക. കോർപ്പറേഷൻ വൈദ്യുതി വിഭാഗം തസ്തികകൾ പകുതിയോളം വെട്ടിക്കുറച്ചതിനെതിരെ സമരത്തിനിറങ്ങുകയാണ് ജീവനക്കാർ അനിശ്ചിതകാല സമരം ആരംഭിച്ചാൽ ഇരുട്ടിലാകാൻ പോകുന്നതാണ് തൃശൂരിലെ ജനങ്ങൾ. വാർത്ത കാണാം. ആകെയുള്ള 229 തസ്തികകൾ 103 തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഉത്തരവ്. ഫീൽഡ് ജീവനക്കാരെയാണ് ഏറ്റവും അധികം കുറച്ചതെന്നത് പ്രശ്നം രൂക്ഷമാക്കുന്നു. ലൈൻമാൻമാരുടെ മൊത്തം എണ്ണം 51 നിന്ന് 5 ചുരുങ്ങി. വർക്കർമാരുടെ എണ്ണം 50 നിന്ന് 18 കുറച്ചു. ഡ്രൈവർമാരുടെ എണ്ണം 5 നിന്ന് 1 6 വാഹനങ്ങൾ വൈദ്യുതി വിഭാഗത്തിനുള്ളപ്പോഴാണിത്. ഇത്രയും ജീവനക്കാരെ വെച്ച് മാത്രം സ്ഥാപനം നടത്തിക്കൊണ്ടുപോകാൻ സാധിക്കില്ല. അതിനാൽ വൈദ്യുതി വിഭാഗം KSEBിക്ക് വിട്ടുനൽകേണ്ട സ്ഥിതിയാണ്. കോർപ്പറേഷൻ കൌൺസിലിലും ജീവനക്കാരോടും ചർച്ച നടത്താതെയാണ് ഇത്തരത്തിൽ ഉത്തരവിറക്കിയത്. ഇതു സംബന്ധിച്ച് കോർപ്പറേഷനുമായി ചർച്ച നടത്താനും ചർച്ചയിൽ തീരുമാനമായില്ലെങ്കിൽ അനിശ്ചിതകാല സമരം തുടരാനുമാണ് ജീവനക്കാരുടെ തീരുമാനം. സംഘടനാ പ്രതിനിധികളുമായിട്ടോ അതുപോലെ തന്നെ കൗൺസിലുമായിട്ടോ ഒന്നും ചർച്ച ചെയ്യാതെ ഇവിടെ ആകെ ഉണ്ടായിരുന്ന 229 തസ്തികകൾ കേവലം 103 ചുരുക്കി ഒരു ഉത്തരവാണ് ഇറക്കിയിട്ടുള്ളത്. അത് സ്ഥാപനത്തിന് ശമ്പള പരിഷ്കരണം കിട്ടിയില്ല എന്ന് മാത്രമല്ല, സ്ഥാപനത്തിൻ്റെ നടത്തിപ്പിനെ വളരെ ഗുരുതരമായി ബാധിക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കൊണ്ടെത്തിച്ചിരിക്കുകയാണ്. ഈ വകുപ്പുകളുമായിട്ട് യാതൊന്നും ബന്ധമില്ലാത്ത ആ വകുപ്പിലേക്ക് കൂട്ടിച്ചേർത്ത് ആ സംസ്ഥാന സർക്കാരിൻ്റെ പേ സ്കെയിലാക്കി മാറ്റുക എന്നുള്ളതാണ് ഗൂഢമായ ലക്ഷ്യമാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. നമ്മൾ ജീവനക്കാരെല്ലാവരും അനിശ്ചിതകാല സമരത്തിലേക്ക് ഞങ്ങളെ നിർബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. അതാണ് അതിന്റെ വാസ്തവം. ജീവനക്കാർ സമരം ആരംഭിച്ചാൽ ഇരുട്ടിലാകാൻ പോകുന്നത് തൃശൂരിലെ ജനങ്ങളാണ്. വൈദ്യുത തകരാറുകൾ സംഭവിച്ചാൽ പരിഹരിക്കാൻ ആളില്ലാതാകും. സ്വാഭാവികമായും ജനവികാരം എതിരാകുന്ന ഈ സാഹചര്യത്തിൽ കോർപ്പറേഷന് കീഴിലുള്ള വൈദ്യുതി വിഭാഗത്തെ സർക്കാരിലേക്ക് വിട്ടുനൽകാനാണ് നീക്കമെന്നും ആരോപണമുണ്ട്. അമൃത ന്യൂസ്, തൃശൂർ. എത്രയും പെട്ടെന്ന് തസ്തികകളുടെ കാര്യത്തിൽ പരിഹാരം കണ്ടില്ലെങ്കിൽ പ്രത്യക്ഷ സമരത്തിനിറങ്ങുമെന്നാണ് ജീവനക്കാർ പറയുന്നത്. പ്രതികരണങ്ങൾ കേൾക്കാം. 7 വർഷമായിട്ടും ഞങ്ങളൊരു സമര മുഖത്തേക്ക് ഇതുവരെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ശമ്പള പരിഷ്കരണം നൽകിയില്ല എന്ന് മാത്രമല്ല, ഉള്ള ജീവനക്കാരിൽ 60% പേരെ വെട്ടിക്കുറച്ചുകൊണ്ടുള്ള ഏറ്റവും നമ്മളെ ഞെട്ടിക്കുന്നൊരു ഉത്തരവാണ് കഴിഞ്ഞ ദിവസം തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ നിന്നുണ്ടായത്. ഇതുവരെ ശമ്പള പരിഷ്കരണം എന്നത് ഞങ്ങളുടെ മാത്രം വിഷയമായിരുന്നു. പക്ഷേ ഈ ജീവനക്കാരില്ല എന്നുള്ളത് ഇനി കൺസ്യൂമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഇഷ്യൂ ആയി മാറും. കാരണം അവർക്ക് ഇതുവരെ കിട്ടിക്കൊണ്ടിരിക്കുന്ന സർവീസ് കൊടുക്കാൻ കഴിയില്ല. ഇത് സമയബന്ധിതമായി വൈദ്യുതി വിതരണം സപ്ലൈ ഇൻറ്ററപ്ഷൻ ഉണ്ടായാൽ അത് സമയബന്ധിതമായി പരിഹരിക്കാൻ ഈ നിലവിൽ 74 ജീവനക്കാരെ ഞങ്ങളുള്ളൂ എങ്കിൽ പോലും ഗവൺമെൻറ്റിൻ്റെ അനുമതിയോടുകൂടി, കോർപ്പറേഷൻ അനുമതിയോടുകൂടി എംപ്ലോയ്മെൻറ്റിൽ നിന്നും ഡെയിലി വേസിലും കരാറടിസ്ഥാനത്തിലും ആളിനെ വെച്ച് ഓടിച്ചുകൊണ്ട് പോകുന്നു. അതിനെ ആകെ അട്ടിമറിച്ചുകൊണ്ട് തൃശ്ശൂർ ജനതയ്ക്ക് കിട്ടിക്കൊണ്ടിരുന്ന സേവനം ഇല്ലാതാക്കുക, അതിലൂടെ അവർ വേറെ എന്തെങ്കിലും ലക്ഷ്യം വയ്ക്കുന്നു എന്ന് നമുക്കറിയില്ല. ആ ഒരു സമ്പ്രദായമാണ് അവരിപ്പോൾ കൈക്കൊണ്ടിരിക്കുന്നത്. 5 പേരെ കൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ കോർപ്പറേഷൻ്റെ ഉള്ളിൽ പോലും ഈ വൈദ്യുതി വിതരണം നടത്താൻ പറ്റാത്തൊരവസ്ഥയിലാണ്. ഈ കോർപ്പറേഷൻ്റെ പഴയ 32 വാർഡുകളിലേക്ക് നമ്മൾ ഈ നടത്തുക എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും സാധിക്കില്ല. വാർത്തയുടെ വിശദാംശങ്ങൾ തൃശ്ശൂരിൽ നിന്നും ഹരീഷ് നാരായണൻ നൽകും. ഹരീഷ്, ജനങ്ങളെ ഇരുട്ടിലാക്കാൻ പോകുന്ന തീരുമാനമാണ് ജീവനക്കാർ എടുക്കാൻ പോകുന്നത്. അങ്ങനെ സംഭവിക്കാതിരിക്കാനുള്ള നടപടികൾ സർക്കാർ എടുക്കുമെന്ന് പ്രതീക്ഷിക്കാമോ? വൈദ്യുതി വിതരണം നടത്തുന്ന സംസ്ഥാനത്തെ ഏക തദ്ദേശ സ്ഥാപനം എന്ന പേരാണ് തൃശൂർ കോർപ്പറേഷന് നഷ്ടമാകാൻ പോകുന്നത്. ഈ വൈദ്യുതി വിഭാഗത്തിൻ്റെ തസ്തികകൾ, ഉദ്യോഗസ്ഥരുടെ തസ്തികകൾ വലിയ രീതിയിൽ വെട്ടിക്കുറച്ചുകൊണ്ടാണ് ഇപ്പോൾ ഉത്തരവ് വന്നിരിക്കുന്നത്. ഇത് സാധാരണ ജനങ്ങളെയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. അത് ഈ ഒരു വൈദ്യുതി വകുപ്പിനെയോ അവിടുത്തെ ജീവനക്കാരെയോ എന്നതിലുപരി സാധാരണക്കാരെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒരു വിഷയത്തിലേക്ക് പോവുകയാണ്. കാരണം ഫീൽഡിലുള്ള ഉദ്യോഗസ്ഥരെയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വെട്ടിക്കുറച്ചിരിക്കുന്നത്, അവരുടെ തസ്തികയാണ് വെട്ടിക്കുറച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ തൃശ്ശൂർ കോർപ്പറേഷൻ പരിധിയിലെ ജനങ്ങൾ ഇരുട്ടിലേക്ക് പോകുന്ന, അല്ലെങ്കിൽ ഇരുട്ടിലാവുന്ന ഒരു അവസ്ഥയാണ് ഇനി അങ്ങോട്ടേക്ക് ഉണ്ടാകുക. ഇവർ അനിശ്ചിതകാല സമരം തുടങ്ങിയാൽ, ഈ ഒരു ജീവനക്കാർ അനിശ്ചിതകാല സമരം തുടങ്ങിയാൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് കൺസ്യൂമേഴ്സാണ്, ഈ കോർപ്പറേഷനിലെ ജനങ്ങളാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. പല ഭാഗങ്ങളിലും ഇത്തരത്തിൽ വൈദ്യുതി തകരാറ് സംഭവിച്ചാൽ പോലും അത് ശരിയാക്കാൻ ആളുകളില്ലാത്ത ഒരു സാഹചര്യം ഉണ്ടാകും. അത്രത്തോളം ആളുകളെയാണ് ഇപ്പോൾ വെട്ടിക്കുറച്ചുകൊണ്ടുള്ള ഉത്തരവ് വന്നിരിക്കുന്നത്. ഇതിനെതിരെ സമരത്തിനിറങ്ങും, പ്രത്യക്ഷ സമരത്തിനിറങ്ങും, അനിശ്ചിതകാല സമരത്തിന് ഇറങ്ങും എന്ന് തന്നെയാണ് ഈ ഒരു ജീവനക്കാരും പറയുന്നത്. എത്രയും പെട്ടെന്ന് ഇതിന് കൃത്യമായ നടപടി ലഭിച്ചില്ലെങ്കിൽ, അല്ലെങ്കിൽ നടപടി കൊടുത്തില്ലെങ്കിൽ, ഇവരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടാൻ പോകുന്നത് തൃശ്ശൂർ കോർപ്പറേഷനിലെ ജനങ്ങൾ തന്നെയായിരിക്കും. വലിയ രീതിയിൽ ഇത്തരത്തിലുള്ള വൈദ്യുത പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആളില്ലാതെ വരുമെന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. ഇത് KSEBിക്ക് വിട്ടു നൽകാനുള്ള ഒരു നീക്കവും നടക്കുന്നുണ്ട് എന്ന് പറയുന്നു. എന്തായാലും എത്രയും പെട്ടെന്ന് ഇതിലൊരു പരിഹാരം കാണണം എന്ന് തന്നെയാണ് ജീവനക്കാരുടെ ആവശ്യം.